എൻ്റെ ഇന്നത്തെ വീഡിയോ കുറേ പേർക്കൊന്നും ഇഷ്ടമാകില്ല എന്നുള്ള ആമുഖത്തോടു കൂടി തന്നെ ആരംഭിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്തൊരു കമൻറ്റ് വന്നിരുന്നു. ആ ഒരു കമൻറ്റിൽ ഇപ്രകാരമാണ് ആ കമൻറ്റ് ഇട്ട ആൾ എഴുതിയിരിക്കുന്നത്: എനിക്ക് 79 മാർക്കുണ്ട് LDC എക്സാമിനേഷന്, പക്ഷേ എനിക്ക് മുസ്ലിം സംവരണം പോലുള്ള സംവരണം ഇല്ല, അതുകൊണ്ട് അതെന്നെ വളരെ പ്രശ്നത്തിലാക്കിയിരിക്കുന്നു സാർ. അപ്പോൾ ഈ ഒരു കമൻറ്റ് ആദ്യം പോട്ടെ എന്ന് വിചാരിച്ചെങ്കിലും ഒരുപാട് ചാനലുകളിലും ഒരുപാട് വീഡിയോസിൻ്റെ അടിയിലും ഈ സെയിം കമൻറ്റ് ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തു. ഞാൻ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം ഈ ഒരു കമൻറ്റ് മാത്രമല്ല, ഞാൻ മെൻറ്റർ സെഷൻ ഇരുന്ന സമയത്ത് എൻ്റെ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ആ കുട്ടി SC വിഭാഗത്തിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവർ ആ കുട്ടിയുടെ നിരന്തരമായിട്ട് ഇങ്ങനെ പറയുന്നു, നിനക്കൊക്കെ എന്താണ് പഠിക്കാനായിട്ടുള്ള പ്രശ്നം, നീയൊക്കെ SC അല്ലേ, നീ എങ്ങനെയൊക്കെ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്കൊക്കെ സംവരണമുള്ളത് കൊണ്ട് ഒരുപാട് നേരത്തെ തന്നെ ജോലി കിട്ടുമല്ലോ, പെട്ടെന്ന് ജോലി ആകുമല്ലോ, ഒന്നും പഠിക്കണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സംവരണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. ഹായ്, ദിസ് ഇസ് വിഷ്ണു. വെൽക്കം ടു ഇന്റൻസ് അക്കാദമി. PSC പഠിക്കുന്നവരിൽ റിസർവേഷൻ ഉള്ള കാറ്റഗറിയിലുള്ള കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്: നിനക്കൊക്കെ എന്ത് സുഖമാണ്, റിസർവേഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വെറുതെ ചെന്ന് പരീക്ഷ എഴുതിയാൽ പോരെ എന്നുള്ളത്. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ റിസർവേഷൻ എന്നുള്ള കാര്യവും എങ്ങനെയാണ് റിസർവേഷൻ വന്നതെന്നുള്ളതും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ജാതി വ്യവസ്ഥയിൽ ഇന്ത്യയിൽ പിന്നാക്കം നിന്നിരുന്ന വിഭാഗങ്ങൾക്ക് അവരുടെ ഉന്നമനത്തിനായും അവരുടെ സമൂഹത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇന്ത്യയിൽ കൊണ്ടുവന്ന സമ്പ്രദായമാണ് ഈ റിസർവേഷൻ എന്നുള്ളത്. ആർട്ടിക്കിൾ 16 പ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവസര സമത്വം, പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ എന്നുള്ള കാര്യം വിശദമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയ സമയത്ത് അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിമേഴ്സ് 10 വർഷത്തേക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ സിസ്റ്റത്തിൽ റിസർവേഷൻ എന്നുള്ളത് കൊണ്ടുവരണമെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ ഇന്ന് 10 വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ നീട്ടി 2024 വരെയും ഈ റിസർവേഷൻ ഇന്ന് നിലനിൽക്കുന്നു. 1963 MR ബാലാജി കേസിൽ സുപ്രീം കോടതി SC/ST റിസർവേഷൻ 50% കൂടുതൽ പാടില്ല എന്ന് വിധി പുറപ്പെടുവിച്ചു. 1980 മൊറാർജി ദേശായി മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ച് SC/STയുടെ മാത്രമല്ല OBCക്ക് കൂടി റിസർവേഷൻ കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം 1993 ഇന്ദിരാ സാഹ്നി കേസിൽ സുപ്രീം കോടതി പ്രധാനപ്പെട്ട കുറച്ച് വിധികൾ കൂടി പുറപ്പെടുവിച്ചു. പ്രധാനമായിട്ടുള്ള അതിലെ പോയിന്റ്സ് ഇങ്ങനെയായിരുന്നു: ഒന്ന്, റിസർവേഷൻ എന്നുള്ളത് 50% കൂടാൻ പാടില്ല. രണ്ടാമത്, OBC റിസർവേഷൻ എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതൊരു ലെയർ ഉണ്ട്, നോൺ ക്രിമി ലെയർ എന്ന് പറയും. ഈ ലെയറിൻ്റെ താഴെ നിർത്തിയിട്ട് വേണം റിസർവേഷൻ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ EWSൻ്റെ, അതായത് സാമ്പത്തികപരമായിട്ടുള്ള റിസർവേഷൻ കൊടുക്കേണ്ട എന്നുകൂടി നമ്മുടെ സുപ്രീം കോടതി വിധി പറഞ്ഞു. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് 2019 104ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് EWSൻ്റെ റിസർവേഷൻ കൊണ്ടുവന്ന് വീക്കർ സെക്ഷൻസ്, എക്കണോമിക്കലി വീക്കർ സെക്ഷന് ഉള്ള റിസർവേഷൻ കൂടി നമുക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തു വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ തൊഴിലിടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിസർവേഷൻ ആർക്കൊക്കെ ഉള്ളതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് SC/ST വിഭാഗങ്ങൾക്ക്, പിന്നെ OBC വിഭാഗങ്ങൾക്ക്, പിന്നെ ജനറൽ കാറ്റഗറിയിലെ EWS സെക്ഷനിൽ ഉള്ള ആളുകൾക്കുമാണ് റിസർവേഷൻ എന്നുള്ളത് നമുക്ക് PSCയിൽ ലഭ്യമാകുന്നത്. ഇനി ഈ റിസർവേഷൻ എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവർക്ക് റിസർവേഷൻ കിട്ടുന്നില്ല, ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിലെ ഒരു ചെറിയ കുശുമ്പ് തന്നെയാണ്. ഈ റിസർവേഷൻ എന്നുള്ളത് അർഹതപ്പെട്ടവരിൽ ആണ് ഭൂരിഭാഗം എത്തുന്നത് എങ്കിൽ കൂടി അർഹമല്ലാത്ത ചിലരിലേക്ക് കൂടി റിസർവേഷൻ എത്തുന്നുണ്ട്. അവർ അതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ട് അത് മറച്ചു വെക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവരിലേക്ക് റിസർവേഷൻ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഭൂരിഭാഗം കേസുകളിലും റിസർവേഷൻ എത്തേണ്ടതിടത്ത് തന്നെയാണ് എത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സംവരണം എന്നുള്ളത് സാമൂഹിക നീതിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു അവകാശമാണ്. നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ട് കിടന്നതിൻ്റെ ഒരു പാരിതോഷികം എന്ന നിലയിൽ നമ്മുടെ ആ ഒരു റെപ്രസെൻറ്റേഷനും കാര്യങ്ങളും എല്ലാം ഈക്വലാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതി വച്ചിരിക്കുന്ന അവകാശമാണ് നമുക്കുള്ള റിസർവേഷൻ എന്നുള്ളത്. ഇനി രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന റിസർവേഷനെല്ലാം കുറ്റം പറയുകയും നേരെ മറിച്ച് റിസർവേഷൻ കിട്ടാനായിട്ട് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ചാടി വീണ് എനിക്ക് റിസർവേഷൻ വേണം എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കുറ്റം പറച്ചിൽ ഈ റിസർവേഷൻ ഉള്ളവർ മൈൻഡ് ചെയ്യേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ EWS റിസർവേഷന് വന്നിട്ടുള്ള അപേക്ഷകളുടെ കണക്ക് എത്രയാണെന്നും അതിൽ എത്ര എണ്ണം അംഗീകരിച്ചുവെന്നും
എത്ര എണ്ണം നിരസിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ കണക്കും ഒരു താലൂക്ക് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു വില്ലേജ് അടിസ്ഥാനത്തിലോ ഉള്ള കണക്ക് എൻ്റെ കയ്യിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ റിസർവേഷൻ എന്നുള്ളത് ഒരിക്കലും ഒരു ഔദാര്യമായിട്ട് നിങ്ങൾ കാണരുത്. അത് നിങ്ങളുടെ അവകാശം തന്നെയാണ്. ഈ സാമൂഹിക അസമത്വങ്ങൾ ഒരു വളർന്ന് ഉയർന്ന ഫാമിലിയിൽ ജനിച്ച ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ചാൽ മാത്രം മതിയായിരിക്കും. അതുകൊണ്ട് തന്നെ റിസർവേഷനുള്ള ഒരാളെ കാണുമ്പോൾ ഒരിക്കലും ഒരു പുച്ഛ മനോഭാവം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വളരെ വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഈ സാമൂഹിക അസമത്വങ്ങൾ നേരിടുന്ന ഇന്നത്തെ കാലത്ത് റിസർവേഷൻ അർഹതയുള്ളവർക്ക് ലഭിക്കട്ടെ. ന്യായ സംഹിതയിൽ പറയുന്ന പോലെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ആശയം പോലെ തന്നെ ഒരിക്കലും റിസർവേഷൻ എന്നുള്ളത് എത്ര അനർഹരുടെ കയ്യിലെത്തുന്നു എന്നതിനേക്കാളും ഒരാൾക്ക് എങ്കിലും അർഹമായ പരിഗണന ലഭിച്ചോ എന്നുള്ളതായിരിക്കണം നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് റിസർവേഷൻ ഒരിക്കലും ഒരു പുച്ഛത്തോടു കൂടി കാണേണ്ട ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ സമാഹരിക്കുന്നു. See you on next video. Bye bye.